സ്പെഷ്യൽ മാങ്ങ പരിചയപ്പെടുത്താണ്ട്. അത് നമ്മളെ സുഹൃത്ത് കൊണ്ടുവന്നാണ്. നമ്മളെ ആൾ കുറേ ആയിട്ട് എന്നോട് പറയും, എന്നോട് വാന്ന് പറച്ചിലുണ്ട്. സാധനം ഒന്ന് വന്നുകൊണ്ട് കൊണ്ട് ഇത് ഏതാ പേര് പറഞ്ഞുകൊണ്ടാണ് ആൾ ഇതേമാതിരി ഒരു 20 കൊല്ലം മുന്നേ തായ്ലാൻഡിൽ നിന്ന് 2 കൊണ്ടുകാണ്ട് ഇത് ഒരു ഇത് വെച്ചതാണ്. പക്ഷെ എന്താ വെച്ചാൽ 4 കൊല്ലം കൊണ്ട് 3.5 കൊല്ലം കൊണ്ട് കായ്ച്ചിക്കണ് സീഡ്, 4-ാം കൊല്ലം കായ്ച്ചിക്കണ്. അതേ ഗുണം കിട്ടിക്കണ്. ആൾ പറഞ്ഞത് അന്നത്തെ ടേസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ തൈകൾ നമ്മളിപ്പോൾ ഇത് ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് നമുക്ക് ചെറിയ തൈ നമുക്ക് 100 റുപ്യ 60 റുപ്യൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയ ചെറിയ തൈ ആയിക്കുന്നുള്ളത്. പക്ഷെ അത് വലുതാക്കി അത് നമ്മൾ കൊടുക്കാതെ ഞാൻ ഒന്നുകൂടി വലുതാക്കി വെക്കുകയാണ്. കാരണം ഒന്ന് വലുതാക്കിയിട്ട് എത്ര വർഷം കൊണ്ട് കായ്ക്കൊണ്ട് നോക്കാനാണ് കറക്റ്റ്. നമുക്ക് എന്നിട്ട് റിസൾട്ട് എന്നാലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. മാങ്ങ ഓൾറെഡി കഴിച്ചോക്കിണ്ടല്ലോ. അടിപൊളി മാങ്ങ. സൂപ്പറാണ്. നാരെന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ ബ്രസീലിയൻ മിൽക്ക് ഫ്രൂട്ട് പറഞ്ഞ സാധനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോഴാണ് നമുക്ക് തിന്നാൻ കിട്ടിയ സാധനം. പോരാ, നമ്മൾ മരം വെട്ടിയും ചെയ്തു കേട്ടോ. 1 കൊല്ലം കൊണ്ട് ഇതായി. ഇപ്പൊ എത്തിയപ്പോൾ നമ്മളത് കാണിക്കുക. ഇപ്പൊ നോക്കുമ്പോ സാധനം പോരാ. അതായത് നമ്മൾ മോശമാണെങ്കിൽ മോശം. അപ്പൊ ബ്രസീൽ ഇത് മിൽക്ക് ഫ്രൂട്ട് ഒരു ഷോർട്ടാക്കി തന്നെ നമ്മൾ ഇടണം. അപ്പോൾ ആൾക്കാർ അറിയുള്ളൂ എന്താ വെച്ചാൽ മോശമാന്നുള്ളത് നമ്മൾ പറയണം. കാരണം നമ്മൾ കഴിച്ചെടുക്കുമ്പോൾ നോക്കുമ്പോഴേ റിസൾട്ട് ഇല്ലല്ലോ. പോരാ സാധനം ഒരു ഒന്നുമില്ല, ഒരു സാധനം ഒരു ചാമ്പക്കൻ്റെ ഇതും കൂടി മെച്ചം കൂടി. അതിലെ കായൊന്നും അയാളെ ഒപ്പുമില്ല സാധനം. ഹായ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. നമ്മൾ ലിയാ ഗാർഡൻ ചട്ടിപ്പറമ്പ് കേട്ടോ. ഇതാണിപ്പോൾ ട്രെൻഡാൻ പോകേണ്ട MD2 കേട്ടോ. പൈനാപ്പിൾ. അതായത് നമ്മളെ ഈ വാളക്കുളത്തിലേറെ നല്ല പൈനാപ്പിൾ ആയിട്ട് വരുന്നുണ്ട്. അത് പഴുത്താലും 1 മാസം ഇരിക്കും. അടിപൊളി സാധനം. തായ്ലാൻഡ്, മലേഷ്യ ഒക്കെ അതായത് ഇപ്പോൾ കൊമേഴ്സ്യലായിട്ട് വർക്ക് ഉണ്ടാക്കേണ്ട സാധനമാണ്. ഇത് നമുക്ക് പെരുന്നാൾ ഓഫർ കൂടി ആക്കി എടുക്കാം. നല്ല വലിയ, അതായത് മുള്ളില്ലാത്ത ടൈപ്പ്, നല്ല വലിയ സൈസ്. ഇതാ അത് MD2 പറഞ്ഞ നല്ല സാധനം. 200 രൂപയ്ക്ക്. ഇതിന് ചെറുതുണ്ടായിരുന്നു 200 ഇതിപ്പോ 200 രൂപ. ഇതിപ്പോ നമുക്ക് 6 മാസം കൊണ്ട് ഓക്കെയാണ് റിസൾട്ട്. നമ്മുടെ ലൊക്കേഷൻ നമുക്ക് സിമ്പിൾ ആണ്. ചട്ടിപ്പറമ്പ് അങ്ങാടി തന്നെ, കോട്ടക റോഡ്. അതായത് മലപ്പുറം ടൗണിൽ നിന്നാണെങ്കിൽ 6.5 കിലോമീറ്റർ, കോട്ടക ആർവേശാൻ്റെ ആണെങ്കിൽ 8 കിലോമീറ്റർ. കുന്താണി പൈനാപ്പിളാ. കുന്താണിയൊക്കെ എങ്ങനെ കൊടുക്കണം നമ്മള്? കുന്താണി ഇത് 200 ഉണ്ട്. ഇതിന്റെ ചെറുതുണ്ട് വേണമെങ്കിൽ കാണിക്കാം നമുക്ക്. ഇത് നമ്മളെ കൊള്ളിമല മുള്ളില്ലാത്ത, കൊള്ളിമല മുള്ളുള്ള പൈനാപ്പിൾ വേറെ. കൊള്ളിമലയിൽ മുള്ളില്ലാത്ത 250 ഉണ്ട് കേട്ടോ. വേങ്ങേരി വൈദന 400 നല്ല നീളം പിന്നെ വേങ്ങേരി വൈദന. പിന്നെ അതേമാതിരി റെല്ലടി ഒറിജിനൽ 50. അതിൽ തന്നെ ബാംഗ്ലൂരുണ്ട് 300 കേട്ടോ. ഇത് ഒറിജിനൽ. അതും അല്പം നീണ്ടുകൊണ്ടുള്ളത്. മറ്റേത് നമ്മളെ ഉണ്ട വലുതുണ്ട്, അതായത് അത് 300. ഇതാണ് 300. പിന്നെ അതേമാതിരി തുർക്കി അത്തി, ടർക്കിഷ് ബ്രൗൺ 250. പിന്നെ നമ്മളെ പൂനെ റെഡ് കായലുണ്ട്, നല്ല സൈസ്. ഇതാ പൂനെ റെഡ് വലുത് 250 ആണ്. ചെറുതുണ്ട് നമ്മളെ സാധാ നമ്മളെ കാട്ടീൻ്റെ 100 റുപ്യേൻ്റെ ഉണ്ട്. അതേമാതിരി ചെടിമുരിങ്ങ വേണ്ടവർക്ക് 300. ചെടിമുരിങ്ങ തൈ സീഡിട്ട് 300. പിന്നെ കമ്പോഡിയ പുതിയ സാധനം എത്തിയിട്ടുണ്ട്. കമ്പോഡിയ എങ്ങനെ വരുന്ന റേറ്റ്? കമ്പോഡിയ 200 സ്പെഷ്യൽ ഓഫർ. നമ്മൾ ഓഫർ ടൈം എത്ര ദിവസത്തേക്കാ? ഇത് നമ്മള് ജൂലൈ 13 വരെ ഉള്ളതാണ്. അതിലിപ്പോൾ അങ്ങനെ വെച്ചാൽ മെയിൻ നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലോ 1001 പ്ലാന്റ് പറഞ്ഞല്ലോ, അതിൽ 1001 പ്ലാന്റ് 1001 പേർക്കാണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വെച്ചാൽ അതിൽ നമ്മൾ 100 ആൾക്ക് നമ്മളെ ഗ്രോ ബാഗും ഇതൊക്കെ പാടെ വെച്ച് കണ്ട ഒരു കിറ്റ് പച്ചക്കറി, എല്ലാവരും പച്ചക്കറി ഉണ്ടാക്കട്ടെ. ജൂൺ 5 പരിസ്ഥിതിനൊക്കെ വരികയല്ല, അതോടുകൂടി അങ്ങനെ എന്ത് ചെയ്യുക, ജൂണിന് നമുക്ക് ജൂലൈയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. 100 ആൾക്ക് പച്ചക്കറി കിറ്റ് വെച്ചാൽ ഗ്രോ ബാഗ്, അതിക്കുള്ള വിത്ത്, വളം, പോട്ടി മിക്സ് അങ്ങനെയൊക്കെ പാട് സെറ്റാക്കി കാണ്ടേക്കാരം കുറച്ച് തൈകൾ 100 ആൾക്ക് അങ്ങനെ. പിന്നെ 100 ആൾക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാവ് വെറൈറ്റികൾ. പിന്നെ 100 ആൾക്ക് നമുക്ക് എന്താ ചെയ്യുക, കുറച്ച് പേര വെറൈറ്റി. അങ്ങനെ 100 ആൾക്കാർക്ക് ഇങ്ങനെ വെറൈറ്റികളാക്കിയിട്ട് 100 ആൾക്കാർ അതേമാതിരി വിത്തുകൾ മാത്രം ഫുൾ വിത്ത് കിറ്റ്, അങ്ങനെ ഒരു ഓഫർ. പിന്നെ വലിയ ലോങ്ങിനും പുലാസാനൊക്കെ അങ്ങനെ ഓരോന്നോരോന്നെല്ലാം കാട്ടിക്കാണ്ട് അങ്ങനെ വന്നു. ഫുൾ വീഡിയോ നമുക്ക് നമ്മളിതാ ആത്തച്ചക്കാല പൂട്ടല്ല സൈസ്. ഇതാ നമ്മൾ ഇതിന് ചില ആൾക്കാർ ഈനാമ്പായ, നമ്മൾ ഈനാമ്പായ എന്ന് പറയും നമ്മളെ ഭാഗം. ചില ഇതിൽ ഭാഗത്ത് ഇതിന് ചക്കപ്പായ എന്ന് പറയും. ഇതിന് നമ്മൾ ഈനാമ്പായ നമ്മൾ പറയാം. നല്ല സൈസ്, നല്ല കായ പിടിച്ച സൈസൊക്കെ ഇതൊക്കെ സൈസ് 250 ഉള്ളൂ കേട്ടോ. അതേമാതിരി വലിയ സൂപ്പർ ക്യൂണ് വലിയ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം നെട്ടിയേ കാണുള്ളൂ, കാരണം വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മാങ്ങൊക്കെ വെയിറ്റ് കൊണ്ട് പൊട്ടി ചാടീന് കേട്ടോ. ഇത് നമുക്ക് 2 ഉണ്ട് വലുത്.
വലുത് 2 ഇതിന് ചെറുത് നമ്മൾ 500-250 നമ്മളൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മളെ ബനാന പൂത്തതാ, ബനാന തന്നെ വാങ്ങല് 1.5 മണി ഒന്ന് കാണിക്കാം. പക്ഷെ അത് വേറെ ആരെ പറഞ്ഞു പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ല. ആരെ എടുത്താണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ വിൽക്കാനില്ലല്ലോ. പക്ഷെ ഉള്ളത് കണ്ട അടിപൊളി തൈ കേട്ടോ, സൂപ്പർ തൈ. ഇതിനെ വണ്ണം കണ്ടില്ലേ, ഇതിനുള്ളിൽ നിന്ന് വലിച്ചെടുക്കണം ശരിക്കും. എന്താ വണ്ണം കണ്ടോ, നല്ല ബ്രാഞ്ചസ് ഒക്കെ നല്ല തയ്യാ ബനാന. മല്ലിയൊക്കെ 200 പുതിയതെത്തിയത്, മല്ലിക മാവ്, ബുഷ് ഓറഞ്ച് നല്ല കായക്കുള്ള 100 രൂപ ഉള്ളൂ. 100 രൂപ. പിന്നെ നമ്മളെ കിങ്ങിണി ചാമ്പ, മണിച്ചാമ്പ പറഞ്ഞ സാധനം 50 രൂപ ഉള്ളൂ. മറ്റേ ചെറിയ ചാമ്പ, ചെറിയ ചാമ്പ സീഡ്ലെസ് 50 രൂപ. പിന്നെ നമ്മളെ മുന്തിരിപ്പേര 100-50 ഒക്കെ ഉണ്ട് പുതിയതെത്തിയത്. നമ്മൾ വേഗം പറഞ്ഞു പോകേണ്ട എന്താ അറിയോ, കുറച്ചിങ്ങനെ എല്ലാ സാധനവും നമ്മുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ എല്ലാം കൂടിയും ഇപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനത്തെ നേച്ചർ വേറെ ഉണ്ടാവില്ല നമ്മളല്ലാതെ. അതെന്താ വെച്ചാൽ ചില ചെറിയ സാധനം ഉണ്ടാവും, അത് നമ്മൾ തിരുവനന്തപുരം മാതിരി കൊടുക്കും ചെയ്യും. കാരണം വെച്ചാൽ അതൊന്നും ലാഭം നോക്കി ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കട്ടെ ചെയ്യാം. അല്ലാതെ ഈ ചെറിയ മുളകും തച്ചൊക്കെ 1.80 വില 2 രൂപ കിട്ടുക, 20 പൈസ കിട്ടും. 20 പൈസ കിട്ടുക. 20 പൈസയിൽ നിന്ന് എന്താ വെച്ചാൽ ഓൾക്കൊരു കമ്പം ഉണ്ടാവില്ല. നമ്മളേക്ക് വാങ്ങുന്ന ആൾക്കാർക്ക് കസ്റ്റമേഴ്സ് ഒരു പ്രതീക്ഷയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നഴ്സറിക്ക് വന്നാൽ എല്ലാ സാധനവും ഇവിടുന്ന് കിട്ടും എന്നുള്ള. ഇപ്പൊ നമ്മളൊക്കെ 2 രൂപ മുതലുള്ള സാധനങ്ങൾ അതുകൊണ്ട് നമ്മൾ ഡെലിവറി തരും. അതേമാതിരി എല്ലാവരും വാങ്ങണ്ടല്ലേ. അതേമാതിരി വിത്തുകൾ വേണമെങ്കിൽ വായങ്കന്നുകൾ, പച്ചക്കറി തൈകൾ, അങ്ങനെ എല്ലാം കിട്ടേണ്ട ചട്ടിയും വളവും ഒക്കെ കിട്ടുന്ന ഒരു കട നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാ സാധനം ഫ്രൂട്ട്സും ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഇത്രയുള്ള സാധനം എല്ലാ സാധനവും. കാരണം വെച്ചാൽ വായമലൊക്കെ ചില ലോഡുമലൊക്കെ എങ്ങനെ വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് വരുന്ന ടൈമിൽ ശരിക്ക് 5000 രൂപ ചിലവ് വരും വണ്ടി കൂലി മാത്രം. പിന്നെ അവിടുന്ന് മറ്റേ വായൻ്റെ കൂട്ടുമ്പോൾ 15 കൂട്ടുമ്പോൾ 22 ചിലപ്പോൾ 10 രൂപയൊക്കെ വിൽക്കുക, ബാക്കി അവിടെ ഒഴിവാക്കിയേക്കാറ്. എന്നാൽ എന്താ സാധനം ഇല്ല പറയാം. നമ്മൾ സാധനം ഇങ്ങനെ ഈ കുച്ചിനൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട്, അത് മണ്ണിക്കിട്ട ലെവലാവുന്നുള്ളേ. അപ്പോൾ അതിനും വേണ്ടി നമ്മളിങ്ങനെ കൊണ്ടുവരേണ്ടതാണ്. നല്ല റെഡ് ലെമൺ പുതിയ എത്തിയിട്ടുണ്ട്. അടിപൊളി റെഡ് ലെമൺ കേട്ടോ. ഇത് വേഗം ആവും കേട്ടോ, വേഗം ആവും. ഒരു 6 മാസം വേണ്ട. എങ്ങനെ റേറ്റ് തന്നെ? 250 രൂപ ഉള്ളൂ. ഇതെന്താ വെച്ചാൽ വെയിൽ നിർബന്ധമാണ്. പിന്നെ നമ്മളത് ആത്തകൾ വെറൈറ്റികളെല്ലാം എത്തിയിട്ടുണ്ട്. റെഡ്, ഗ്രീന്, ഗോൾഡന്, അതേമാതിരി വൈറ്റ് ഡയമണ്ട് സാധനങ്ങൾ ഇങ്ങനെ എല്ലാം എത്തിയിട്ടുണ്ട്. കൊടുമ്പുളിയൊക്കെ കായുള്ള 200 ഉള്ളൂ, നല്ല സൈസ്. ബേറാപ്പ് 150. 200 ഉള്ളൂ അല്ലേ? 200 ഉള്ളൂ. വലിയ അമ്പയം വേണമെങ്കിൽ 1000 രൂപേനെ വലുതുണ്ട് അമ്പയം. സീറ്റ് അമ്പാഴാണത്. നമ്മളെ ട്രോപ്പിക്കൽ വാട്ടർ അല്ല, നമ്മളെ കാലാവസ്ഥ ഇവിടെ ബെഡ് ചെയ്ത് 500 രൂപ കേട്ടോ. അടിപൊളി തൈ 500 രൂപ. ഇതിന്റെ വലുത് വേണ്ടവർക്ക് 1000 ഉണ്ട്, ഇതിന് ചെറുത് വേണ്ടവർക്ക് 250 ഉണ്ട്. നല്ല നമ്മളെ കാലാവസ്ഥയ്ക്ക് വായിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെ ചെയ്തേട്ടാ മാറൂല കേട്ടോ. അതായത് ചെയ്തത് പുറത്തുനിന്ന് വന്നതല്ല, ഇവിടെ ചെയ്താണ്. അവിടെ ചെയ്ത്. മാംഗോസിനൊക്കെ ഉണ്ടല്ലോ. മാംഗോസിന് വലുതും ചെയ്തു. മാംഗോസിനൊക്കെ നമുക്ക് 50 രൂപേൻ്റെ വേണമെങ്കിൽ ഉണ്ട്, എത്തിയിട്ടുണ്ട്. 50 രൂപയ്ക്ക് മാംഗോസിന്. പിന്നെ അതിൻ്റെ വലുത് 100, 200, 250. ഇതാണ് 50 രൂപേൻ്റെ അല്ലേ? പക്ഷെ അത്യാവശ്യം സമയം എടുക്കണ്ടാവില്ല. 50 രൂപേനൊക്കെ 7 കൊല്ലം എടുക്കും അല്ലേ? പിന്നെ ഈ തണൽമരം ജൂൺ പരിസ്ഥിതിനാണ് അത് പ്രമാണിച്ച് ബദാം അതേമാതിരി ഇതൊക്കെ ഉണ്ട് കേട്ടോ. എന്താണ് ഉങ്ങ്, ചന്ദനം, പുതിയ ലോഡ് വന്നാണ്. കാപ്പി, അങ്ങനത്തെ ഒക്കെ വേണ്ട തണൽ മരം വേണ്ടവർക്ക് നല്ല തൈകൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ എരഞ്ഞിപ്പൂവ് അങ്ങനത്തെ ഒക്കെ ആയിട്ട് അങ്ങനെ സാധനങ്ങൾ എത്തിയത്. റെഡ് നെല്ലി നല്ല അടിപൊളി നെല്ലി 250 രൂപ നല്ല റെഡ്. അതിൻ്റെ സാധ ഉണ്ട്, 200 ഉണ്ട്, 100 ഉണ്ട് കേട്ടോ. വലിയ നെല്ലി പുതിയ എത്തിയ കോട്ടൂർ കോണം. നല്ല കറിയപ്പൊക്കെ ഉണ്ട്, നല്ല ഹൈബ്രിഡ് കറിയപ്പ്, നല്ല സൈസ്. ഹൈബ്രിഡ് 150 ഉള്ളു, നല്ല അടിപൊളി തൈ 150. ഇത് വിയറ്റ്നാം സൂപ്പർ അല്ലേ? വിയറ്റ്നാം സൂപ്പറിൽ നമ്മൾ ചെറുത് 2 നമ്മളെ 2 100 നോക്കിയിട്ട് അതോടെ നിലവിലുണ്ട്, ഓഫർ ഉണ്ട് ഇപ്പോഴും. 100 നല്ല തൈ ഉണ്ട്. 100 ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരു 1.5 വർഷം കൊണ്ട് ഈ വെക്കേണ്ട രീതി എങ്ങനെ വെച്ചാൽ എല്ലാവരും നമ്മൾ 1.5 അടി പിലാവ് വെള്ളം നിൽക്കാത്ത സ്ഥലമാണെങ്കിൽ 3 അടി തന്നെ 3 അടി താത്തിയിട്ട് 1.5 മണ്ണ് അയക്കാനിട്ടണം. ആ മണ്ണിൽ വളം മിക്സ് ചെയ്ത് വളം മണ്ണിട്ട് തൂർക്കാണ്. പിന്നെ 3 അടി തൂർക്കുമ്പോൾ പൗതി അയക്കുന്ന മണ്ണിട്ടാണ്. മൂടിന് ശേഷം അതിലാണ് വളം വെച്ച് അതിൻ്റെ മേലെ വെക്കേണ്ടത്. ഒരു 1/2 അടി മുക്കാൽ ഇങ്ങനെ കുയ്യായി കിടക്കണം. എന്നാൽ വെള്ളം നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെ കുയ്യാക്കാനും പാടില്ല കേട്ടോ. ജയദേവത്തിൽ നല്ല ബുഷായത്, അതേമാതിരി ഡങ്സൂര്യത നല്ല ബുഷ്. ആത്തിയിൽ വെറൈറ്റി റെഡും ഗ്രീനും എത്തിയിട്ടുണ്ട്. ഇതാണ് ചെറിയ തൈകളല്ലേ? പിന്നെ നമ്മളെ അതൊക്കെ 100 രൂപ ഒരു ഓഫർ, സ്പെഷ്യൽ ഓഫർ 150 100. പിന്നെ നമ്മളത് NAT ഹോം ഗ്രൗണ്ട് ഉണ്ട്, കുറച്ച് വിലയാണ്. അതേമാതിരി സ്കൂൾ ബോയ് ഇതൊക്കെ സൈസ് ഇതാ. സ്കൂൾ ബോയ് ഇത് NAT കുറച്ച് ഉയരമുള്ള ഇതാ. സ്കൂൾ ബോയ് ഇത് 500 ഉണ്ട് കേട്ടോ. സൂപ്പർ ക്യൂണ് ഇതുണ്ട്, അടിപൊളി തച്ച് വണ്ണം കണ്ടില്ലേ? 500 റേഞ്ച്. ഇതിനും ചെറുതുണ്ട് 250. നമ്മൾ അന്ന് കൂടുന്ന ബാക്കിയുള്ള മുസംബി ഞാൻ പറഞ്ഞില്ലേ, ഡ്രമ്മില് ഉണ്ടായി നമ്മളെ ചട്ടിയിൽ ഉണ്ടായിൻ്റെ അത് വെള്ള സാധനം കേട്ടോ. അരച്ച് കായാണ്. ഇനിയിപ്പോൾ
പരിത്തൊക്കെ അതേമാതിരി കായ തന്നെയാണ്. ഇത് കുറച്ച് വില ഉണ്ട്. എത്ര കൊടുക്കണേ? 12 വിറ്റിൻ്റെ ആ ചട്ടി അടക്കം. നമുക്ക് ഓഫറിന് ഓഫറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഇങ്ങനത്തെ കവറിൽ 3 കൂടി ഉള്ളൂ. പിന്നെ ആ കവറിലുള്ള നമുക്ക് 10 വേണമെങ്കിൽ കൊടുക്കാം. 2 രൂപ കുറച്ചിട്ട്. പക്ഷേ ഡ്രമ്മത്ത് നമുക്ക് 12 വരും. കാരണം കമ്പിട്ട ഡ്രമ്മാണ്. അതാ ഡെലിവറി ഒക്കെ ഉണ്ടാകുമ്പോൾ ഡെലിവറി ചാർജ് വേറെ ചാർജ് ഉണ്ടാവും, എക്സ്ട്രാ ചാർജ്. അത്യാവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോട്ടെ. നിറച്ച് കായുണ്ട്. ഇതിപ്പോ ഫസ്റ്റ് പാട്ട് ഇതന്നെ ഈ സൈസിന്റെ കാണ്ടവർക്ക് മറ്റും എത്ര കായില്ല എങ്കിലും കുറച്ച് കായുണ്ട്. ഇതെന്താ വെച്ചാൽ ഫുള്ള് ഇവിടൊക്കെ കായട്ടോ. ഇതിപ്പോ ഒരു ചുരുങ്ങിയത് 100 കായിന്റെ മേലുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഇത് കുറച്ച് വില ഉണ്ട് ഈ സാധനം. വെരിഗേറ്റഡ് ആണ്. ഇത് വില ഉണ്ട്. പിന്നെ നമ്മള് മെലസ്റ്റോമ വൈലറ്റും ഉണ്ട്, അതിന്റെ വൈറ്റും ഉണ്ട് കേട്ടോ. 50 രൂപ. പിന്നെ അങ്ങനെ വന്നാലും നമ്മൾ DV നല്ല രസമുള്ള ഫ്ലവർ ഇതാട്ടോ. അത് തണൽമാരായിട്ട് ഉപയോഗിക്കണേ. നല്ലൊരു ചുവപ്പ് ഫ്ലവറായിട്ട് നല്ല പടർന്ന് നമുക്ക് കുടമായി നിർത്താൻ പറ്റിയ സാധനമാണ്. DV അറിയും. ആ തണൽമാരാണ്. അല്ല ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ട് നല്ല ചോന്തപ്പൂ ചീനിമാരി ഇങ്ങനെ പരന്നിട്ട് നല്ല കൊടാക്കി ഫ്ലവറായിട്ട് വരുന്ന സാധനം. 50 രൂപ ഉള്ളൂ. പിന്നെ നമ്മളെ എൽക്കോണി നല്ല മിനിയേച്ചറായിട്ട് തീരെ പൊന്താത്ത അതില് ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്. 50 രൂപ. സാധാ കവർ 300 നമുക്ക് ഉണ്ടോ നോക്കാം. അത് ഉറപ്പില്ല. നമ്മൾ ഉണ്ടാലുണ്ട്. ഇപ്പൊ കഴിഞ്ഞിരുന്നതുകൊണ്ട്. പിന്നെ മോർഗാർഡിങ് റംബുട്ടാന് കുറച്ച് വന്നിരുന്നു മഞ്ഞയിൽ. അത് ഈ വലുപ്പം 800 രൂപയാണ്. അതാ പിന്നെ അത് വലിയ സൈസ്. പിന്നെ മിയാസാക്കിയൊക്കെ വലുത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കാട്ടിമുണ്ട സൈസ് ആ സൈസ് വന്ന വലിയ സൈസ് ഒക്കെ 1500. നല്ല നല്ല അടിപൊളി തയ്യൽ എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് റംബുട്ടാൻ അതേമാതിരി 800 കുറച്ചുകൂടെ ഒക്കെ കായലുള്ള ഇവിടെ ഉണ്ട്. മല നമ്മളെ NIT വേണമെങ്കിൽ കുറച്ച് അവിടെ ഉണ്ട്. കുറച്ച് 800 കായുള്ളത് നല്ല ചുള്ളിയും കൊമ്പ് ഇങ്ങനെ വന്നത്. പിന്നെ നമ്മളെ സാധനം ഇത് 250 ഉള്ളൂ. നമ്മളെ റോങ് ഗ്രീൻ നല്ല വലുത് 250 ഉള്ളൂ. റോങ് ഗ്രീന് നല്ല വലുപ്പം വരുന്നത്. പക്ഷേ NIT ആകുമ്പോൾ ഈ വലുപ്പം വരുമ്പോൾ 800. ഞാൻ NIT തന്നെ 400 ഉണ്ട്, 500 ഉണ്ട്. 500 നമ്മളെ 800 വലുപ്പം ഇല്ലാന്നുള്ളൂ, വണ്ണം ഇല്ലാന്നുള്ളൂ. പക്ഷേ അടുത്ത വർഷം ഗ്യാരണ്ടി. വെയിലുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു 3 കുഴിയെടുത്ത് 1.5 മണ്ണിട്ട് 1.5 വളം സൂപ്പർ മീലൊക്കെ ഇട്ട് വളം മിക്സ് ചെയ്ത് വെച്ചാൽ എന്തായാലും വെയിലുണ്ടെങ്കിൽ അടുത്ത വർഷം കായ്ക്കും. 500 ആകുമ്പോൾ ഞാൻ അതും വേണ്ട. അതൊക്കെ ചെറുത് നല്ല തൈ 150 നല്ല തൈ ഉണ്ട്. 2 കൊല്ലം വെയിറ്റ് ചെയ്താൽ മതി. NIT ഒറിജിനൽ കുറ്റിയാടി അല്ലേ? പക്ഷെ വില 250. റേറ്റ് അതിൽ മറ്റേത് വേണമെങ്കിൽ കമ്മിയുണ്ട്. അത് വേണമെങ്കിൽ അവിടെ കാണിക്കാം നമുക്ക്. പിന്നെ അതിന്റെ വലുത് കുറ്റിയാടി തന്നെ അല്ല, അത് ഡീൻ്റെയും വേണിണ്ട്. ഈ സൈസ് ഇത് നല്ല വണ്ണുള്ള. ഇത് 2 കൊല്ലം കഴിഞ്ഞ തൈയാണ്. അത് ഡീൻ്റെ നമുക്ക് ഓഫർ ഇട്ട് കൊടുക്കാം. അത് 250 അല്ലേനോ. ഡീൻ്റെ തന്നെ നല്ല ശരിക്കും 350 ഉണ്ട്. മറ്റേ കുറ്റിയാടിയും ഈ വലുപ്പം വരുമ്പോൾ 250. പിന്നെ കഴിഞ്ഞ തൈയും കൂടിയാണ്. ഇതുകൊണ്ട് തൈ കാണില്ലേ? കണ്ടില്ലേ മാറ്റം ഉണ്ടല്ലോ. ഇതിപ്പോ ഇതിങ്ങനെ കാണുന്നത് മാറ്റം. ഈ മാറ്റല്ലേ? അപ്പൊ അതിനനുസരിച്ച് മാറ്റം നോക്കണ്ട. നമ്മളൊക്കെ ഒരു 300 കൊടുക്കാം. മറ്റേ 250 ഇത് 300. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 400-500 പീസ് ഉണ്ട്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഡേറ്റ് നമുക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ ഡേറ്റ് ഇവിടെ 25-ാം തീയതിയാണ്. 25-ാം തീയതി നമുക്ക് ഫുൾ ഡ്രം ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട്. കറുപ്പ് നീലമാണെങ്കിൽ നീലുണ്ട്. കറുപ്പാകുമ്പോൾ 500 ഫുൾ ഡ്രം കറുപ്പ് ഫുള്ള് കറുപ്പ് ഡ്രമ്മ് ഫുൾ ഡ്രമ്മായിട്ട് 500. കഷ്ണമാകുമ്പോൾ 300 വരും. അപ്പോൾ ഇത് ഡെലിവറി എല്ലാം ചോദിക്കൊണ്ട്. ഡെലിവറി എങ്ങനെ വെച്ചാൽ ഈ 300 രൂപ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരു കസ്റ്റത്തിന് 300. 10 ഡ്രം ഇപ്പം അതിൽ വണ്ടിയിൽ നട്ടിട്ടാൽ നമ്മളെ വണ്ടി ഫുള്ളേക്കാം. അല്ല സോറി 20 ഡ്രം. 20 ഡ്രമ്മേക്കാണ് ഓരോരുത്തർ ഓർഡർ ചോദിച്ചു. ആ 20 അട്ടിട്ടാൽ നമ്മളെ വണ്ടി ഫുള്ളേക്കാരം. പിന്നെ ക്യാപ്പ് ഉണ്ടാവില്ല. ഈ 20 ഡ്രമ്മിൻ്റെ കഷ്ടത്തുമ്പോൾ നമുക്ക് ആകെ കിട്ടുക ഏറിയാൽ 75 റുപ്യ കിട്ടുമ്പോൾ 750 റുപ്യ. അപ്പോൾ 20 1500 റുപ്യ കിട്ടുക. അതിനെന്ത് ചെയ്യണം? 6000 റുപ്യ ഡീസലും അല്ലെങ്കിൽ ഡ്രൈവർ 2000-4000 കൂട്ടുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക? 10 ഡ്രം 20 ഡ്രമ്മായിട്ട് കൊണ്ട് നമുക്ക് ഒക്കൂല. ആ സ്ഥാനത്ത് തിരക്കുകളിൽ 1-2 പീസ് എടുത്തിട്ട് പിന്നെ പ്ലാന്റുകൾ എന്തെങ്കിലും എടുത്താൽ അപ്പം കൂടുതൽ ഏതിപ്പോൾ ഒരു പീസൊക്കെ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉള്ളിൽ തന്നെ പ്ലാന്റ് കൊള്ളും. അല്ല 20 ഡ്രം ഞങ്ങൾക്ക് വാങ്ങുന്ന വാശിടിച്ചാണ്ട് ഇല്ലെങ്കിൽ എന്താ നിങ്ങളെന്താ വീഡിയോ ഇട്ടിട്ട് എന്താ നമുക്ക് കൊണ്ടുപോയി ചോദിച്ചാൽ അത് നിങ്ങൾ തെറ്റില്ല, നമുക്ക് രസമില്ല. കാരണം നമുക്കൊന്നും പറയാൻ കഴിയില്ല. ആ സ്ഥാനത്ത് 2-3 പീസൊക്കെ എങ്ങനെയെങ്കിലും നമുക്ക് എന്താ വെച്ചാൽ ബുക്കിങ്ങിന് നമുക്ക് വെച്ചിട്ട് അതിലെന്താ ചെയ്യുക? അല്ലാതെ സാധനങ്ങളും വലിയ തൈകളൊക്കെ അതിൽ വെക്കാൻ പറ്റും. മറ്റേത് വെറും ഡ്രം മാത്രം നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ അത്യാവശ്യമാണ് കൂടുതൽ അവർക്ക് വേറെ എക്സ്ട്രാ വണ്ടി വേണമെങ്കിൽ ഇവിടെ വണ്ടി വാടകങ്ങൾ കൊടുക്കുക. അങ്ങനെ ചെയ്യാം. ഓൾക്ക് വരും ചെയ്യാം. ഓല സ്ഥലത്ത് വന്ന് കൊണ്ടുപോകും ചെയ്യാം. ഡീൻ്റെ ഞാൻ പറഞ്ഞില്ലേ 350 ശരിക്കും ഡീൻ്റെ വില. അതെന്താ വെച്ചാൽ നമ്മൾ കവർ ഇപ്പം മാറ്റിയില്ല. ഇതിപ്പോൾ കണ്ടില്ലേ കവർ പുറത്തേക്ക് കണ്ടില്ല കീറിക്കാണ്ട്. ആ കാരണമാണ് ഇപ്പത്. വെള്ളം നിൽക്കൂല അതിൽ.
എത്ര നനച്ചാലും ചെടി ചൊറുക്കുണ്ടാവില്ല. ഒന്നെങ്കിൽ കവർ മാറ്റണം. കവർ മാറ്റുമ്പോൾ നമുക്ക് 350 300 കൊടുക്കാൻ കഴിയും. പറ്റൂല. അപ്പൊ നമുക്ക് കൊണ്ടുപോയി മണ്ണിലേക്ക് വെച്ച സാധനം സാറാവും. അതാ നല്ലേ. ഇതിപ്പോ 2 കൊല്ലമായതാണേ. പക്ഷെ 2 കൊല്ലമായി ഇനിയിപ്പോ എന്തും പറഞ്ഞുതരാ. ഇതിനിപ്പോ 2 കൊല്ലം ഇക്കണിച്ചിട്ട് ഇനി 3 കൊല്ലം കൊണ്ട് 2 കൊല്ലം കായ്ച്ചു അങ്ങനല്ല. ഇതിന് 2 കൊല്ലം കഴിച്ചിട്ട് എന്താ വെച്ചാൽ 1 കൊല്ലം മുന്നേ മറ്റേ തൈ വെക്കുന്നവരെ 1 കൊല്ലം മുന്നേ എന്തായാലും കഴിച്ചു. കാരണം ഈ കവറിൽ തന്നെ ഇപ്പോൾ കടന്നിക്കാണ്ട് 2 കൊല്ലം 3 കൊല്ലം ഇരുന്ന് മദ്ദിച്ച് വെച്ചിട്ട് ചിലപ്പോൾ നിലത്തേക്ക് വെക്കുമ്പോൾ കറക്റ്റ് കുറ്റടി അല്ലെങ്കിൽ ഡീൻ്റെ 4-ാം കൊല്ലം കായ്ച്ചു 3-ാം കൊല്ലം കായ്ക്കും എന്ന് പറയുമ്പോൾ ഇതിനെ മദ്ദിച്ചാണെങ്കിൽ കായ്ച്ചില്ല. അത് അതിൻ്റെ ആയിട്ടുള്ള ഒരു വളർച്ച വരണം. എന്താ നാർത്താവും എങ്ങനെ അറിയാം. പറ്റ ചെറുതില്ല നമ്മളിപ്പോൾ 350 250 ഇപ്പോൾ ആ കുറ്റിയടി കണ്ടില്ലേ, അതെന്തായാലും 5 കൊല്ലമാവും. അതിൻ്റെ 1 കൊല്ലം മുന്നേ നാർത്താവും. അതിന് 100 റുപ്യേനെ മാറ്റുള്ളൂ. കുറച്ച് നല്ല വലുതാണല്ലേ, 1 വർഷം കിട്ടും ചെയ്യും. അതേമാതിരി നമ്മളിപ്പോൾ നമുക്ക് ആൾക്കാർ പറയാനുള്ളത് നമ്മളിത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ പാർക്കിംഗ് ആയിട്ടുള്ള സ്ഥലമാണിത്. ഇങ്ങനെ കാണുമ്പോൾ ചില ആൾക്കാർ കട തുറന്നില്ല പോകുന്നുണ്ട്. ഇവിടെ ആളെ കണ്ടില്ല. അത് സത്യം പറഞ്ഞത് പാർക്കിംഗ്, ആ പാർക്കിംഗ് നമ്മളെ ബോർഡുമ്പോൾ ശരിക്കും എഴുതിണ്ടാവും, ലിയാ ഗാർഡൻ പാർക്കിംഗ് എന്ന് എഴുതിണ്ടാവും. അപ്പൊ കട ഇപ്പൊ കോട്ടക്കന്ന് വരുമ്പോൾ പെരിന്തൽമണ്ണക്ക് പോകുമ്പോൾ കോട്ടക്കൻ ചട്ടിക്ക് വരുമ്പോൾ, അതായത് കോട്ടക്കന്ന് ചട്ടിപ്പറമ്പക്ക് വരുമ്പോൾ ഇടത്തെ സൈഡാണ് ഈ പാർക്കിംഗ് കട. വലത്തെ സൈഡാണ് നമ്മളെ ലിയാ ഗാർഡൻ കണ്ട്. വലത്തെ സൈഡിൽ ഇവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറത്താണ്. അതേമാതിരി വെരിഗേറ്റഡായ വണ്ടിയൊക്കെ കുറച്ച് വേണമെങ്കിൽ ഇപ്പൊ അവിടെ കൊലച്ചതൊക്കെ ഇവിടെ നമുക്ക് കന്നുണ്ട്. ഇപ്പൊ പാർക്കിംഗ് ഏരിയ മൊത്തം ഇപ്പൊ ചെടികളും വെച്ചിക്കണല്ലേ? ആ ചെടികള് നമ്മളെ വെരിഗേറ്റഡ് കണ്ടില്ലേ. ഇത് ഫസ്റ്റൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ വാങ്ങുമ്പോഴൊക്കെ 2000 ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കുറേ 500 റുപ്യ കുറേ തൈ വിറ്റിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ 2-3 ആൾക്കാർക്ക് 500 തജ്ജ് ഇപ്പം പെരിയിൽ നമ്മളായത് ഇപ്പോൾ പറിച്ച് കവർക്ക് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഉഷാറാകണം എന്നാ കൊടുക്കൂട്ടോ. 500 റുപ്യ ദിന തൈ വെരിഗേറ്റഡ് നല്ലൊരു പഴംകുടിയാണ്. നമ്മൾ കഴിച്ചിട്ടൊക്കെ റിവ്യൂ ചെയ്തൊരു സംഭവമാണ്. ആ പിന്നെ നമ്മളെ ഇതിവിടെ എന്താണ് പൈക്കുണ്ടെന്നാവോ, ഡബിൾ മഹോയാണ് ഈ വരുന്നത്. ഡബിൾ ആണല്ലേ? ഡബിൾ. പക്ഷെ ഇതാണ് 1 കൊല വന്നിട്ടുള്ളൂ. ഈ ഫസ്റ്റ് അങ്ങനെ വരിക. ഇനി ഫസ്റ്റ് അതിന്റെ തെളിവ് കാണിച്ചു തരാം. ഫസ്റ്റ് അങ്ങനെ വരിക. ഫസ്റ്റ് കന്ന് ഒരു സൈഡൊക്കെ കൊലക്കുക. ഇനിയിപ്പോ നമ്മള് പെരീത്ത് വേണം രണ്ടാമത്തെ ഇങ്ങനെ ആദ്യം ഒരു കൊല വെട്ടില്ല നമ്മള്. അത് രണ്ടാമത്തെ പൈമെന്ന് വായ വന്നത് ഇങ്ങനെ നമ്മളെ ഈ ഐറ്റില് വന്നിട്ട് 2 എണ്ണം ആവുകയാണ്. 2 എണ്ണം ആവുണ്ടല്ലേ? അതിന്റെ തെളിവാണ് ഇപ്പൊ ഇതാ ഇത് ഒറ്റ വായനു. ഇവിടുന്ന് ഇങ്ങോട്ട് ഒറ്റ വായ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാ 2 തലായി വരുന്നുണ്ടോ. ആ കന്നിന് തന്നെ ചിലതിൽ ഇപ്പൊ ഈ കന്നുണ്ടോ, ഈ കന്നിന് ഒറ്റ ഒന്നുള്ളൂ. അപ്പൊ ഇത് ഇന്ന് മുളയ്ക്കുന്ന കന്നുമെന്ന് ആ കന്നുമ്പോ തന്നെ രസമുണ്ട്. നമ്മള് പെരീത്ത് ഇതേമാതിരി നമ്മളറിയുന്ന ആള് ഇതേമാതിരി ഒരു കന്ന് പറിച്ചോണ്ടായിരുന്നു. ഞാൻ പറിച്ചു കൊടുത്തു. ആള് നേരെ ഫസ്റ്റ് കൊലുത്തുമ്പോ തന്നെ 2 കൊല. 2 കൊല. അതാണ് ഡബിൾ മഹോയി. കാരണം ഫസ്റ്റ് ടിഷ്യൂ വെക്കുമ്പോ ചിലത് എന്തേലും 100-ലൊരു 99% ഫസ്റ്റ് സിംഗിൾ കൊല വരിക. രണ്ടാമത്താണ് ഡബിൾ കൊല വരിക. ആ പിന്നെ വലിയ റംബുട്ടാനൊക്കെ വലിയ കായുള്ള വാണിയുണ്ട് കേട്ടോ. കുറച്ച് വലുത് ഹെവി പ്ലാന്റ്, വലിയ പ്ലാന്റുകൾ വേണ്ടവർക്ക് 3, 2-ന്റെ ഒക്കെ വേണമെങ്കിൽ ആ സൈസ് ഉണ്ട്. 1500-ല്. പിന്നെ ചെറിയ തൈ വേണ്ടവർക്ക് ഉണ്ട്. അങ്ങനെ എല്ലാ തൈകളും ഉണ്ട്. നമ്മൾ സ്പെഷ്യൽ ഓഫർ ആക്കി പറഞ്ഞാൽ നമ്മൾ ഓരോന്നും വില പറയുമ്പോൾ നമുക്ക് ഒരു വീഡിയോ ഒന്നും കഴിയൂല. അപ്പോൾ നമ്മളത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജൂലൈ 13 വരെ നമ്മൾ ജൂലൈ 13 തമ്മിൽ വൈകുന്നേരം നമുക്ക് 5:30 എന്ത് ചെയ്യണം, നറുക്കെടുപ്പ് ആക്കിയിട്ട് 1001 ആൾക്ക് സമ്മാനം. അത് ഒക്കെ ഉപകാരമുള്ള ആൾക്കാർക്ക് ഉപകാരമുള്ളതിൽ വേസ്റ്റ് ആയിട്ട് അല്ല, ഉപകാരപ്പെടുന്ന ഫ്രൂട്ട്സുകൾ. ഇനി ചില ആൾക്കാർക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഓൾക്ക് മാവ് വേണ്ടെങ്കിൽ വേറെ അങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കാം. പിന്നെ അതേമാതിരി പറയാനുള്ള ഈ പ്ലാന്റുകളൊക്കെ കൊണ്ടുകൊണ്ട് എന്തായാലും ചില ആൾക്കാർക്ക് ഉണ്ട്. ഈ നമ്മളിപ്പോൾ 150 ചെറിയ NIT തൈ കൊണ്ടുപോയിക്കാണ്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പിന്നെ മഴൻ്റെ കുഴിച്ചിട്ടാണ് കണ്ട് അവിടെ വെക്കും. അങ്ങനെ ചെയ്യരുത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ആ കവറിൽ തന്നെ വെക്കരുത്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിനെടുത്തിട്ട് നിലത്തേക്ക് വെക്കാൻ സൗകര്യം ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ജസ്റ്റ് ഒരു സിമെൻറ്റ് ചാക്കോ ഇനി അരിച്ചാക്കോ എന്തെങ്കിലും ഒരു കീസോറിക്കെങ്കിൽ അതിന് വേറെ ഉടനെ മാറ്റുക. കുറച്ച് വളം മണ്ണൊക്കെ ഇട്ടിട്ട് ചെറിയ കവറിന്ന് ഒന്ന് റീപോർട്ട് ചെയ്യുക, വേറെ ഇതിക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് സംശയം ഇപ്പോൾ ഓനൊക്കെ വാങ്ങിയ 150 തയ്യനാണ് ഇപ്പോൾ ഇതും ചോദിക്കും. ഇനി അങ്ങനെ ചേഞ്ച് ചെയ്താൽ അതേ നിലത്തേക്ക് വെച്ചാൽ അതേ സിസ്റ്റം വരും. ഈ നിലത്തും വെക്കാതെ ആ കവർ തന്നെ കിടക്കുകയാണെങ്കിൽ അതേ ഇരുത്തിരിക്കും ചോദിച്ചും, ചിലപ്പോൾ ഉണങ്ങും ചോദിച്ചും. കാരണം നനച്ചില്ലെങ്കിൽ നോട്ടൊക്കെ കമ്പിയും ചെറിയ കീസല്ല വേഗം ഉണങ്ങും. വേഗം വെള്ളം വലിയല്ലോ. അപ്പോൾ കൈയുണ്ടെന്ന് വെച്ചാൽ വേഗം കൊണ്ടുപോയിട്ട് നിലത്തേക്ക് വെക്കുക. ഇനി നിലത്ത് വെക്കാനില്ലാത്തേക്ക് എന്ത് ചെയ്യുക, നല്ല നമ്മൾ സാധാ നല്ല മണ്ണില്ലേ, ആ മണ്ണിൽ നല്ല തണലത്താക്കി വെക്കുക. സിമെൻറ്റ് മേലും മെറ്റൽ മേലും ഒന്നും ഇടരുത്. അപ്പോൾ എന്തായാലും ഉണങ്ങും. അതൊക്കെ നമ്മളെ
നമ്മളെ കസ്റ്റമേഴ്സിനോട് പറയുള്ളൂ. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് ഹാപ്പി ആകുമ്പോൾ നമുക്കും സന്തോഷമാവുള്ളൂ. കാരണം ഓലത് സാധനം കിട്ടണം, ഓലത് ഉണ്ടായി കാഴ്ച എന്ന് പറയുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഓൽക്ക് കാഴ്ച നമ്മൾ ഓരോ അയൽവാസിയോട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ആൾ നമ്മളടുത്തേക്ക് വരുള്ളൂ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വലിയ പെരുന്നാൾ ആശംസകൾ.